നാറി നാറി കിടന്ന ഒരു കുളം. ഇത് കുളങ്ങര ലൈനാണ്, പട്ടം കുളങ്ങര ലൈൻ. ആ കുളം ഈ കുളങ്ങര അസോസിയേഷൻകാർ അത് ഏറ്റെടുത്ത് അതിനകത്ത് അത് നല്ലവണ്ണം വൃത്തിയാക്കി അതിൽ മീനിട്ടു. അത് ഓരോ വർഷം കഴിയുമ്പോഴത്തേക്ക് ആ മീൻ പിടിച്ച് ആർക്കെങ്കിലും കൊടുക്കാം, അത് അവർക്ക് ഒരു ഇതാവും. അല്ലെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കോർപ്പറേഷന് ചെയ്യാം. പക്ഷേ കൗൺസിലറിൻ്റെ ധാർഷ്ട്യം ഇതിപ്പം അവരെ ഒന്നും ചെയ്യാൻ അനുവദിക്കുന്നില്ല. ആ മീനൊക്കെ അങ്ങനെ കിടക്കുന്നത്. അത് വലുതായ മീൻ ചത്ത് കഴിയും. പിന്നെ ബാക്കിയുള്ള മീൻ എന്താവോ എന്തോ. പക്ഷേ ഇവിടെ നല്ല ഉദ്ദേശത്തോടെ കുളങ്ങര അസോസിയേഷൻ ചെയ്ത ഈ പരിപാടി ഇവിടുത്തെ കൗൺസിലറിൻ്റെ നേതൃത്വത്തിൽ അട്ടിമറിച്ചു. കാര്യം കൗൺസിലർ ഇപ്പം അത് നമ്മൾ ഡെപ്യൂട്ടി മേയറും കൂടിയാണ്. ആ പുള്ളിക്കാരൻ ഇവിടെ വന്ന് ഇതിപ്പം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെയായി. നല്ല രീതിയിൽ ജനങ്ങളെ നോക്കി പരിപാലിച്ച സ്ഥലത്ത് ഇപ്പം എന്താ പുല്ലും മറ്റുമൊക്കെ ആയി. ഈ പോച്ചയെല്ലാം കൂടെ വളർന്ന് നാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പം പട്ടിയൊട്ട് പുല്ല് തിന്നത്തുമില്ല, പശുവിനെ തിന്നാൻ തീറ്റിക്കത്തില്ല എന്ന കണ്ടീഷനിലാണ്. ഇതാണ് കോർപ്പറേഷൻ. ആരെങ്കിലും ഒരു നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ വന്ന് വിലങ്ങുതടിയാവുന്ന ഇത് മുട്ടാപ്പോക്കുള്ള കുറച്ച് കൗൺസിലർമാർ വളർത്തുള്ള ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇങ്ങനെ തന്നെ പോകും. ഈ പരിസരവാസികളെല്ലാം കൂടെ ചേർന്ന പരിപാടിയാണ്. ഒരു അസോസിയേഷൻ നാറുന്ന കുളം വൃത്തിയാക്കി അതിനകത്ത് മീൻ നിക്ഷേപിച്ചു. ആ മീൻ അവർ അസോസിയേഷൻകാർ പിടിച്ച് കച്ചവടം ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ ചെയ്താലും മതി. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. ചെയ്യാതെ ഇപ്പം മൊത്തവും നല്ല രീതിയിൽ അവർ വൃത്തിയാക്കിക്കൊണ്ടുവന്നതിനകത്തെല്ലാം പുല്ലും പിടിച്ചെല്ലാം ഇതിൻ്റെ അകത്ത് ചവർ കിടന്ന് നാറുമ്പോൾ കൊതുകും പെരുകി നാട്ടുകാർക്ക് ശല്യമാവും. ഇത് രാഷ്ട്രീയം പോണ വഴിയാണ്. കാര്യം ഇത് ചെയ്തവർ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട കുറച്ച് പേരുണ്ട്. അതുകൊണ്ട് അതിലിട്ട് പണി കൊടുത്തിരിക്കുന്നു. ഒരു സാധാരണ കൗൺസിലറും അല്ല, തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി മേയറാണ്. കാര്യം എല്ലാവർക്കും ഇപ്പം വെള്ളം കറക്റ്റായിട്ട് കൊടുക്കുന്ന ഒരു മേയറും ആ ഡെപ്യൂട്ടി മേയറുമാണ് ഇതിൻ്റെ ആൾ. കഷ്ടം തന്നെയാണ്.